ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലത്തെ കുർത്താസ് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയാലോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തുണി 4 നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. ഞാനിവിടെ ചെയ്യുന്നത് സ്മാൾ സൈസിലുള്ള കുർത്തയാണ്, അതുകൊണ്ട് തന്നെ 6 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച് എടുത്താൽ മതി. അതേ അളവ് തന്നെയാണ് ആം ഹോളിൽ മാർക്ക് ചെയ്യാൻ പോണത്. ഇവിടെയാണ് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് വേസ്റ്റ് ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മാർക്ക് ചെയ്യാമെന്ന് ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ചാനലിൽ വീഡിയോസ് ഉണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി നോക്കാം. ഞാനിവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത് 9.5 എൻ്റെ സീം എലവൻസും കൂടി കൂട്ടിയിട്ടാണ്. ഇനി മാർക്ക് ചെയ്യാൻ പോകുന്നത് വേസ്റ്റ് അളവാണ്. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെന്ന് ആദ്യം മാർക്ക് ചെയ്യാം. ഞാനിവിടെ എടുക്കുന്ന ലെങ്ത്ത് 14 ഇഞ്ചാണ്. എന്നിട്ട് നിങ്ങളുടെ വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ഞാൻ എടുക്കുന്നത് 8.5 1.5 സീം എലവൻസും കൂടി കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴോട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. വി നെക്കാണ് ഞാൻ കൊടുക്കാൻ പോണത്. അതിനായിട്ട് കഴുത്തിൻ്റെ വീതി 3 കഴുത്തിറക്കം 4 ഞാൻ കൊടുക്കുന്നത്. ഇനി ബാക്ക് നെക്കാണെങ്കിൽ കഴുത്തിൻ്റെ വീതിയും കഴുത്തിൻ്റെ ഇറക്കും ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി വേസ്റ്റിൻ്റെ അവിടെ നിന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് തുണി ഇതുപോലെ 2 ഫോൾഡ് ചെയ്യാം. ഞാനിവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് എടുക്കുന്ന തുണിയുടെ വീതി 16.5 ഇഞ്ചും ലെങ്ത് എന്ന് പറയുന്നത് 34 ഇഞ്ചുമാണ്. ഇനി ഫോൾഡായ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പാർട്ട് 2 ചെയ്യാം.